മക്കളെ എന്തിനാ പ്രാക്ടീസ് ചെയ്യണ? പോ നടക്കട്ടെ. അപ്പൊ ഒരു ബോക്സിംഗ് ഇഷ്ടമാണോ? കൊള്ളാം. അപ്പൊ എന്തെല്ലാം ചെയ്തു, ഗുസ്തി മത്സരം വരെ നടത്തിയിരിക്കും. ഓ വലിയ കഥയാണത് മക്കളെ. കേക്കട്ടെ. നമ്മളെ നാട്ടില് അപ്പൂപ്പന്റെ ചെറിയ പ്രായത്തിലുള്ള കഥയാണ് പറയണത്. നമ്മളെ നാട്ടില് 2 ക്ലബ് ഉണ്ടായിരുന്നു, ഇക്കരെ കരി അക്കരെ കരി. അപ്പൊ ഈ 2 ക്ലബുകളും വർഷം തോറും വാർഷികം നടത്തും. അപ്പൊ അവര് കുറെ മത്സരങ്ങൾ വയ്ക്കും, നമ്മൾ കുറെ മത്സരം വയ്ക്കും, തമ്മിൽ പോട്ടിയാണ് 2 പേര്. കലാപരിപാടിയുണ്ട്, എല്ലാം നടത്തും. ആ കൂട്ടത്തില് ഇതേപോലെ ബോക്സിംഗ് ഉണ്ട്, ഗുസ്തി മത്സരം. ബോക്സിംഗ് ഉണ്ടായിരുന്നു. പിന്നെ 2 ക്ലബുകൾ തമ്മിലാണ് മത്സരം നടത്തും. അപ്പൊ ജയിച്ച് ഗുസ്തി മത്സരത്തിന് അപ്പൂപ്പന്റെ ടീം അങ്ങ് ജയിച്ചു. കപ്പ് അടിച്ചോണ്ട് ഇനി പോകും. അപ്പൂനോട് ഭയങ്കര പേരാണ്. ജയിച്ച അമ്മാരെ കൂടെ ഞാനല്ലേ ഗുസ്തി മത്സരം കോച്ച് ചെയ്ത് അവരെ വിട്ടിരിക്കുന്നത്. അതെല്ലാം പൊട്ടും. അത് കഴിഞ്ഞ് ഇന്റർനാഷണൽ ഗുസ്തി മത്സരം. ഈ പരിപാടി കാണാൻ അപ്പൂപ്പനൊക്കെ ചെന്ന്. ഇന്റർനാഷണൽ ഗുസ്തി മത്സരമല്ലേ, ടീം ഏതൊരു ടീമിൽ ഒരു ഹിന്ദിക്കാരൻ, അവന് സുഖമില്ല. അവൻ ഗുസ്തി മത്സരത്തിന് വന്നല്ലേ, ഒട്ടും വയ്യ. ഒരു കാലില് മസിൽ കയറി പിടിച്ച് ഒരടി അവന് നടക്കാൻ വയ്യ. എന്നിട്ട് അയ്യോ, ഇനിയിപ്പം ഗുസ്തി മത്സരം നടക്കണല്ലോ, നാട്ടുകാരെ പിരിച്ചാണ് ഇത് നടത്തുന്നത്. നാട്ടുകാർ മൊത്തം കയറി ഇരിക്കുകയല്ലേ. അപ്പം ഈ ഗുസ്തി മത്സരം ഇവിടെ നടന്നില്ലെങ്കിൽ നാട്ടുകാർ നമ്മൾ തല്ലിക്കൊല്ലൂല്ലേ. അപ്പം നമ്മൾ കമ്മിറ്റിക്കാരും എല്ലാം കൂടെ അങ്ങനെ ഇരുന്ന് ഇനി എന്ത് ചെയ്യാം. അവനാണെങ്കിൽ മസിലുകാർ വരിക, അവന് ജനിക്കാൻ വയ്യ. ഇവങ്ങനെ ചൂട്ടാ നിൽക്കുകയാണ്. അവനെ വരാണെങ്കിൽ പിന്നെ കേഴി തൂക്കിയെടുത്ത് തറ അടിക്കുമെന്ന് പറഞ്ഞു. ഒരു രക്ഷയില്ല. അവിടെ ഇരുന്ന് അപ്പൂൻ്റെ കൂട്ടുകാരന്മാർ പറഞ്ഞു, അണ്ണാ എന്തിനായാലും നാട്ടുകാർ നമ്മളെടുത്തിട്ട് തല്ലി, ആ തല്ലി കൊള്ളനെയും കാറ്റി. അണ്ണാ നിങ്ങൾ കുത്തിയൊക്കെ അറിയാലേ, നിങ്ങളൊന്ന് ഇറങ്ങിയണ്ണ. ഞാൻ ചുമ്മാ ആവശ്യമില്ല, എന്നെ കൊണ്ട് പറ്റിയ അല്ല. ഓ എങ്ങനെ പറഞ്ഞു വന്നറിയാം. ഞാനും ചോദിച്ചു, ഒന്ന് ഇറങ്ങിയത് ഇവനാര്? നമ്മളെല്ലാം മനസ്സിലാണ് ആരോഗ്യമുണ്ടല്ലേ. അപ്പൊ നല്ല ആരോഗ്യമായിരുന്നു, കുഴപ്പമില്ല, ഇറങ്ങാം എന്ന് വിചാരിച്ച് ചാപ്പുമാങ്ങ ഇറങ്ങി. ഇതൊക്കെ എടുത്തിട്ട് കോട്ടും ജേഴ്സിയൊക്കെ എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു കോപ്പുണ്ടല്ലോ ബോഡിയൊക്കെ പിരിവെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഉണ്ട്. അതൊക്കെ ഉണ്ട് കുത്തുകാരല്ലേ. അപ്പൂപ്പൻ്റെ അപ്പൊന്നും ഇല്ലായിരുന്നു, അവരുന്നല്ലേ അവയിട്ടിരുന്നല്ലേ ഊരി ഞാൻ എടുത്ത് ഇട്ടത്. ഇറങ്ങി അങ്ങോട്ട് ഇറങ്ങി അവൻ ഇങ്ങനെ കാലത്ത് ഇങ്ങനെ കുഞ്ഞു അപ്പൂപ്പൻ്റെ കാല വാരാന്ന് വെച്ചു. അപ്പൂപ്പൻ വിടുവോ? കാല് ഞാൻ പൊക്കി കൊടുത്തു. കാലിന് വെടി കെട്ടിയില്ല. ജീവന്റെ കരുത്തിനെ പിടിച്ച് ഒറ്റ ആടി അവിടെ വീണു. ആൾക്കാരെല്ലാം ഭയങ്കര കയ്യടി. എന്റെ തമ്പുരാനെ ഇങ്ങനെ നട്ടാക്കുരുക്കാത്ത പോലെ പുഴു അടിച്ചോണ്ട്. കാരണം ഈ കൊച്ചു പീത്ത ചെറുക്കൻ കൊച്ചെറുക്കൻ ഇവനെ എന്റെ ഇത് ചെറുപ്പത്തിലുള്ള കാര്യമല്ലേ. ഇവന്റെ തള്ള കല്യാണം പോലും കഴിച്ചിട്ടില്ല. സമയത്ത് പറഞ്ഞോ തൂക്കിയത്. നിങ്ങൾ പെൻസിലല്ലേ കല്യാണത്തിന് മുമ്പുള്ള ഫോട്ടോ ഞാൻ കണ്ടല്ലോ. കല്യാണത്തിന് മുമ്പേ ഫോട്ടോയില് തലയൊന്നുമില്ല, കാല് മാത്രം. എന്തിനാ ഒരു ബെൽ ബോട്ട് ഇട്ടോണ്ടിങ്ങനെ കാല് മാത്രം ഉണ്ട്, ആളില്ല. എന്റെ പൊന്നു മക്കളെ ഇപ്പം ഫോട്ടോ കണ്ടാണ് വിലയിരുത്തുന്നത്. ജയിച്ചിരിക്കാൻ വയ്യാത്ത നിങ്ങളെ കൈ പറന്നടിച്ചിരും, പറന്നു കയറി പോകും. കോഴിയാ. അപ്പൊ അന്ന് ഈ വയറൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് വയറുണ്ട്, പക്ഷെ ഇത്രയൊന്നും ഇല്ല. പാക്ക് ഉണ്ടായിരുന്നു. അത് നാണോ ഇല്ലേ തന്തേ മക്കളെ? നിങ്ങക്ക് ഒരു മയത്തില് കൊച്ചു കൊച്ചിനെ പറ്റിക്കണേ. നിങ്ങൾക്കൊരു നാണം ഉണ്ടോ നിങ്ങക്ക്? ഞാൻ എവിടെ പോകണം? അവിടെ വരും, ഉളുന്ന് വരും. അവിടെ ഒരു വായനശാല വന്നിട്ട് 3 മാസമായുള്ളൂ. അവിടെ ക്ലബ് മക്കളെ ആരടിയോടേത് ഇന്റർനാഷണൽ കുസ്തി. നിന്റെ തള്ളെ ഞാൻ കെട്ടുന്നതിന് മുമ്പുള്ള കാര്യമാണ്. കുസ്തി തള്ളെ കെട്ടുന്നതിന് മുമ്പുള്ള കാര്യമാണ്.
അതെ അതെ എന്റെ ചെറുപ്രായത്തിൽ ഞാൻ ഒരു പൊടി പൊടിച്ചു മക്കളെ. അന്നുണ്ടല്ലേ അന്ന് മില്ലിലാണ് ജോലി ചെയ്തോണ്ടിരുന്നത് അടി മക്കളെ. അതാണ് എന്ന് പൊടിച്ചോണ്ടിരുന്നത്. മക്കളെ നോക്ക്, പറക്കാതെ ഞാൻ ഇവിടെ നിന്ന് ശരിയാവൂല. ഞാൻ വല്ല ബാക്കി അടിച്ചു കൊടുക്കും. നീ പോണ നീ ഇറങ്ങി പോവാ. ഞാൻ പോവാ. ഗുസ്തി മത്സരത്തിന് പോകാം. എപ്പം നോക്കിയാൽ എന്നാ എവിടെ കൊച്ചാക്കണം. എന്റെ ഒരു കൊച്ചാക്കണം. ഞാൻ ജയിച്ചെന്ന് പറഞ്ഞ ഇങ്ങനെ ഇവിടെ ഇയാളെ തോറ്റി എന്ന് പറയും. എല്ലാരും തന്തമാര് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. എനിക്ക് ഉണ്ടല്ലേ നീ എനിക്ക് ഞാൻ ഉള്ള കാര്യം വേണ്ട മക്കളെ. ഇങ്ങോട്ട് വരണതിന് മുമ്പ് അവസാനം കണ്ട സിനിമ ഗോദ. അതുകൊണ്ട് ഇപ്പൊ രഞ്ജി പണിക്കരായിട്ടാണ് ജീവിക്കുന്നത്. ഇത്ര നാൾ എന്തിനാണെന്നറിയാം? ഇത്ര നാൾ നാട്ടുപാടിയായിരുന്നു. എന്തിന് അതിന് മുമ്പ് കണ്ട പരസ്യരാജയാണ്. വെളിയിൽ നിന്ന് ആളെ കൊണ്ട് അടി കൂടിയപ്പോഴത്തേക്ക് ഇങ്ങനെ തൂക്കി തരാൻ എന്റെ കണ്ടില്ലല്ലോ സംഭവം. ഞാനല്ല അവിടെ ഉള്ള ആരും അത് കണ്ടിട്ടില്ല. കാര്യം ഇങ്ങനെ മത്സരം അവിടെ നടന്നിട്ടില്ല. ആരും നടന്നിട്ടില്ല. അതിനെ പറ്റി ആക്കാനാ ഗുസ്തി ഞാൻ പല സ്ഥലത്തൊന്നും പഠിക്കും. അങ്ങനെ പല സ്ഥലത്തൊന്നും പഠിക്കാൻ പറ്റില്ല. നീ പറയും എനിക്കറിയാം. ഞാൻ ഉണ്ടായില്ലല്ലോ. കല്യാണം കഴിച്ചില്ലല്ലോ. പിന്നെ അതിനെ പറ്റി നീ അറിയില്ല. സ്ഥലം പറ. സ്ഥലം പറയില്ല. ഏത് ഗുരുവിന്റെ അടുത്ത് പഠിച്ചത്? ഏത് കുരു ആവട്ടെ ചക്കക്കുരു പോടാ. ഞാൻ പോണം. നിന്നെ ശരിയാവില്ല. ഏത് കുരുവിന്റെ അടുത്ത് ചക്കക്കുരു പോ. ഇങ്ങനെ വേറെ ഗുസ്തി ഉണ്ടല്ലേ? വെടിയുണ്ണി വെടി. എന്തിനങ്ങളെ പാവത്തിന് എപ്പോഴും കളിയാക്കണേ? പാവം എന്റെ ഇന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു തള്ളുണ്ടാടി. ചെറുപ്പത്തിലുള്ള കാര്യമല്ലേ പറഞ്ഞത്? അത് സത്യമായിരിക്കും. ചെറുപ്പത്തിൽ ഇങ്ങനെ വളി ചേരുമ്പോൾ ഇങ്ങനെ ഗുസ്തി കൂടാൻ പോയെന്നാ നീ ചുമ്മാ ഇരുന്നാണ്. അതെ, അച്ഛനോട് ചോദിച്ച കാര്യം എന്താണെന്ന് അറിയാൻ പറ്റുമല്ലോ. ചോദിച്ചോ. എന്റെ അച്ഛൻ ചിരിച്ച് വയറ് പൊട്ടി മരിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല. അപ്പൊ എനിക്ക് ഇത് അറിഞ്ഞിട്ടില്ല കാര്യം. എന്നെ പറ്റിക്കാൻ നോക്കിയതാണെന്ന് അറിയണം. എന്റെ തമ്പുരാനെ, നേരത്തെ വരാനുള്ളായിരുന്നു. എന്റെ മോൾ എത്ര ദിവസം എന്റെ മോളെ കാണാൻ. നിങ്ങളാണല്ലേ ചോദിച്ചത്? ഇല്ല ഇല്ല, എന്റെ കുഞ്ഞൊരിടത്തും പോയിട്ടില്ല. എന്റെ കുഞ്ഞൊരിടത്തും പോയിട്ടില്ല. ഇന്നലെ എന്റെ കുഞ്ഞിനെ എന്റെ മടിയിൽ കിടന്ന് പാല് കുടിച്ച് ഉറങ്ങായിരുന്നു. ഇല്ല ഇല്ല, ഒരിടത്തും പോയിട്ടില്ല. എന്റെ കുഞ്ഞിന്റെ ശബ്ദമല്ലേ? എന്റെ കുഞ്ഞിന്റെ ശബ്ദമല്ലേ കേൾക്കുന്നേ? മോളെ മോളെ, അമ്മ ഇവിടെ ഉണ്ട്. മോളെ മുത്തേ, അമ്മ ഇവിടെ ഉണ്ട്. മുത്തേ, മുത്തേ, ഇവളെ കൊണ്ട് തോറ്റു. മുത്തേ പെട്ടെന്ന് വാ, അമ്മക്ക് ദേഷ്യം വരുവേ. ചൂരിലെടുത്ത് വെച്ചിട്ടുണ്ട്, നോയിക്കോ. എന്നോട് മോളെ ഭംഗിയായിട്ട് ചെയ്തു, സൂപ്പർ ആയിട്ട് ചെയ്തു. പക്ഷേ മക്കളെ കുറച്ചും കൂടെ ഒരു പാപം പറയണം. ഇനി വേണോ? അപ്പൂൻ പറഞ്ഞുതരാം. കാരണം അപ്പൂപ്പൻ കുറെ നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടുള്ളതല്ലേ. അപ്പൊ നാടകം അഭിനയിച്ചിട്ടുണ്ടോ? എന്റെ അച്ഛനെ പണ്ട് അച്ഛാ, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. അപ്പു ഗുസ്തികാരനായിരുന്നാ ചെറുപ്പത്തില്? ഗോതയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ? പിന്നെ ഉണ്ട്. കണ്ട ഉണ്ടെന്ന്. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടറിവാണ്. ഇതെല്ലാം ഉണ്ടായിരുന്നാ? നാടകം, കുസ്തി, ഇതെന്താന്ന്? പിന്നെ ആര് പുലിയല്ലായിരുന്നു അന്നത്തെ? മക്കളെ ഈ പെൺവേഷം കെട്ടുണ്ടല്ലോ, പെണ്ണുങ്ങളുടെ ശബ്ദത്തിൽ ഞാൻ സംസാരിക്കും. പിന്നെ പെണ്ണുങ്ങളുടെ ശബ്ദം വേണമെങ്കിൽ ഞാൻ കുടിക്കുകയും ചെയ്യും. വേറൊരു ആളാണ് അഭിനയിക്കണമെങ്കിൽ അപ്പൂപ്പൻ ആ ശബ്ദം കൊടുക്കും. പെണ്ണുങ്ങളെ പോലെ. അണ്ണാ ഞാൻ പോണണ്ണ. എനിക്ക് ഇനി താങ്ങാൻ പറ്റില്ല. ഇങ്ങനെ തള്ളി എന്നെ ഇവിടെ നിന്ന് തമ്പാനൂര് കൊണ്ടെത്തിച്ചു. എന്തൊരു പുളുവോ പെണ്ണുങ്ങളെ. ഈ കറ കയറുന്നുള്ള ശബ്ദം വെച്ച് പെണ്ണുങ്ങളെ ശബ്ദം കൊടുക്കുന്നുണ്ടോ? അണ്ണന്റെ ഈ പിള്ളേരെ വിശ്വസിക്കും, അല്ല ഇവിടെ മനുഷ്യനെ വിശ്വസിക്കൂ? അല്ല മാമനെ പിള്ളേരെ നിങ്ങൾക്ക് നാണയില്ലേ പിള്ളേരെ ഇങ്ങനെ പുളുവും കണ്ടോണ്ടിരിക്കേ? ഇങ്ങനെ എത്ര നാളുകൊണ്ട് ഈ പുളു അടിച്ചു വെച്ചോണ്ടിരിക്കണത്? പിന്നെ ഇങ്ങനെയായിരുന്നു അവിടത്തെ എല്ലാം. നമുക്ക് അറിയാൻ പറ്റും. പെണ്ണുങ്ങളെ ശബ്ദത്തിൽ എങ്ങനെ മറ്റേ അവിടെ പാട്ട് പാടി ഇങ്ങനെ വിളിച്ചു വന്ന കേസ് ചിത്രയെ തന്നെ വിളിച്ചോണ്ട് അവിടെ എല്ലാവരും
ഞാൻ പോണണ്ണ. എനിക്കിനി ഇത് കുറെ ആയി ഞാൻ സഹിക്കുന്നു. ഇത് മറ്റേ എന്തിനു ഇത് എന്തിനു പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞൂടെ ഞാൻ പോണം. എനിക്ക് കടയിൽ പോണം. ചുമ്മാ പറഞ്ഞ ചുമ്മാന്നല്ല ഞാൻ ഇതിന് കാര്യം തരാം. മാമ അവനെ ചുമ്മാ രസത്തിന് പറഞ്ഞു. ഈ ചെറുക്ക് നന്നാവില്ലാണ്. ഇവെങ്ങനെയാണ് നമ്മൾ എവിടെ വരണം അവൻ നമ്മളവിടെ കൊച്ചാക്കി ശരിയാവില്ലടാ. വിഷമിക്കണ്ട മാമ. എന്ത് വിഷമില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ ആക്കട വിഷമം വരാതെ എനിക്ക് ഒന്ന് പരിചയമായിട്ട് അവൻ ഇവരെ താറടിക്കുമ്പോഴല്ലേ എന്നെ അടിച്ചിട്ട് പോയതാണ്. ശരിയാവില്ലടാ. ഞാൻ പോകും. ഇത്ര രസമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അവന് വന്ന് ഇപ്പം ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? അവന് നല്ല വിഷമായില്ലേ? ഞാൻ എന്തായാലും പോയി നോക്കട്ടെ കേട്ടാ. എന്താ പോട്ടിരിക്കുന്നത്? വെറുതെ ഇരിക്കുന്ന മക്കളെ. ഉണ്ണിയപ്പോ പോട്ടെ. ഉണ്ണിയപ്പോ വേറെ ആര് വിശ്വസിച്ചില്ലെങ്കിൽ ഉണ്ണിയപ്പനെ ഞാൻ വിശ്വസിക്കാം. പോരെ മക്കളെ? മക്കൾ ഒരാളെങ്കിലും അത് വിശ്വസിച്ചല്ലേ അത് മതി. ഇതെല്ലാം പറഞ്ഞ് അവൻ നമ്മളെ എന്നെ കളിയാക്കാൻ. അത് ശരിയാണപ്പോ. ഈ ഇടയായിട്ടേ രാമങ്കളിന് അപ്പൂനെ കളിയാക്കണ ഇച്ചിരി കൂടി വരികയാണല്ലേ? അല്ല അവൻ കളിയായിക്കോട്ടെ മക്കളെ, എനിക്കൊരു ചുക്കുമില്ല അവൻ കളിയാക്കിയ. അതങ്ങനെ വിട്ടാ പറ്റൂല പോ, അങ്ങനെ വിട്ടാ പറ്റൂല. വേണ്ട മക്കളെ, അവന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. നമ്മൾ തിരിച്ചടിക്കണം. എങ്ങനെ തിരിച്ചടിക്കേ? നമ്മളിത് പ്രതികരിച്ചേ പറ്റുള്ള പോ. അത് എങ്ങനെ പ്രതികരിക്കും? അതിനെ അപ്പോ പ്രാങ്ക് കോൾ. അപ്പൊ പണ്ട് ഇത് സ്ത്രീ ശബ്ദമൊക്കെ അനുകരിക്കൂലേ? ആ ശബ്ദത്തില് ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ശബ്ദത്തില് നമ്മൾ രാമങ്കളെ നൈസായിട്ട് വിളിക്കുന്നു. 2-3 പഞ്ചാര വർത്താനൊക്കെ പറഞ്ഞ് രാമങ്കളെ പറ്റിക്കുന്നു. അയ്യോ അത് തന്നെ മക്കളെ, എന്റെ ഫോൺ അവന്റെ നമ്പർ കണ്ടറിയാലും. ഓ ശരി. ഞാൻ പുതിയ സിം എടുത്ത് പുതിയ മൊബൈൽ എടുത്തപ്പോ അത് ഞാൻ ഇതുവരെ രാമങ്കൾ കൊടുത്തിട്ടില്ല. അപ്പൊ ശരി, അതിന് വിളിക്കാം. എങ്ങനെയുണ്ട്? ഇവനെ പറ്റിക്കാൻ ഒരു വഴിയുണ്ട്. പണ്ടേ ഇവൻ 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവനൊരു ലൈൻ ഉണ്ടായിരുന്നു. ആരെന്തെന്ന് അറിയാമോ? ചക്കര. അവള് വിളിക്കുമ്പോഴേ വിളിച്ച് ഇവനെ പറ്റിക്കാം. അത് കൊള്ളാം കേട്ടാ. അപ്പൊ അപ്പച്ചി എല്ലായിരുന്നല്ലേ അത്? അപ്പച്ചി രണ്ടാമതല്ലേ. കൊള്ളാം കൊള്ളാം. ഈ ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇത് തന്നെ ചെയ്യാം. പ്ലാൻ ചെയ്തെടുക്കാം. അപ്പൊ ഒന്ന് കാണിച്ച് എങ്ങനെയാണ് വിളി സംസാരിക്കാനെന്ന്. ഹലോ, എവിടെ നിൽക്കണേ? ഹലോ. എന്തോ ശബ്ദം ഇത്? അപ്പം വയസ്സായില്ലേ മക്കളെ, ഇനി പണ്ടത്തെ പോലെ പെണ്ണിന്റെ സ്വരം പറഞ്ഞിട്ട്. എന്റെ അപ്പോ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ വർക്കൗട്ട് ആവൂല ഇത്. ഞാനാ? എനിക്ക് ശബ്ദം മാറ്റി വിളിക്കാൻ എനിക്ക് തോന്നി ഇത് എനിക്ക് തന്നെ ആയിരിക്കും. ഞാൻ നോക്കിക്കോളാം. ഓക്കെ ഓക്കെ. നോക്കിക്കോളാം. ഹലോ, ആര്? ഹലോ, രാമനുണ്ണിയല്ലേ? അതെ, രാമനുണ്ണിയാണ്. ഇതാരാണ്? രാമനെ മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. ആരാണ്? ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ല. ശബ്ദമൊക്കെ കേട്ട് മനസ്സിലാക്കിയത് എന്തോ ഇത് ഞാനാ, ചക്കര. ചക്കര ഗവൺമെന്റ് LP സ്കൂളല്ലേ? അല്ല 4B. നിനക്കാണോ എന്റെ നമ്പർ? ഹലോ, പറ. കൊള്ളാമല്ലോ. പിന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് നമ്പറൊക്കെ എങ്ങനെ സെറ്റ് ആക്കി എന്തോ? കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വിളിക്കാൻ നമ്പർ ഉണ്ടല്ലോ.
അപ്പൊ ഞാനിപ്പൊ വിളിച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ആ കൂടെ നാറിയേനെ. അയ്യോ എന്റെ പൊന്നു മക്കള് ചെറുപ്രായത്തിലൊക്കെ അപ്പൂപ്പന്റെ പെണ്ണിന്റെ ശബ്ദം ഉണ്ടായിരുന്നു. ആ ഇപ്പം പറഞ്ഞില്ലേ വയസ്സായില്ലേ അതല്ലേ. എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഹലോ ചക്കര, ഞാൻ രാമൻ. ആരാമ പറയൂ. ഞാൻ എന്തോന്ന് പറയാൻ, ഇത്രയും വർഷമായി ഇന്നലെ നീ എന്നെ വിളിച്ചില്ലേ? ഞാൻ ഫുൾ സർപ്രൈസ് ആയിപ്പോയി. ആണല്ലേ? ആ ചക്കര ഇപ്പൊ എവിടെ ഉണ്ട്? പിന്നെ രാമനെ എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. കാണാൻ? എന്നെ എന്തിന്? വെറുതെ. അല്ല എവിടെ വരണ്ടെന്ന് പറഞ്ഞ ഞാൻ അങ്ങോട്ട് വരാം. രാമൻ എവിടെയാന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ഇപ്പൊ എന്റെ അണ്ണന്റെ വീട്ടില്, രവി അണ്ണന്റെ വീട്ടില്. എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പൊ അണ്ണന്റെ വീട്ടിലോട്ടോ? ഇപ്പൊ വരാമെന്നാ? ഇപ്പൊ തന്നെ വരാന്നേ. എന്തത്? ഇവളിപ്പോ എന്തിനാ എത്ര നാളായി വിളിച്ചത്? ഇങ്ങോട്ട് വരാൻ പറയണ്ടായിരുന്നു. ഇവിടെ ഉള്ളതെല്ലാം ഇവിടെ അറിഞ്ഞ വേറെ വല്ലോ. അല്ലെ ഞാൻ എന്തിനാ പഠിക്കണം? വിളിക്കോട്ടല്ലേ വിളിച്ചത്, തെളിവുണ്ടല്ലോ. എന്തിനാ പറഞ്ഞ മണി വന്നിരുന്നെങ്കിൽ. ആ മാമ ഭയങ്കര ചിരി. എന്തോ ചിരി? ഒന്നുമില്ല. എന്തോ കള്ളത്തരം എന്തോ ഒപ്പിച്ച് ചിരിക്കുന്നു? ഒന്നുമില്ല പാറ. ഒന്നുമില്ല. എന്താ ചൂട് അടിച്ചു? എനക്കൊരു ഗേൾ ഫ്രണ്ട് വേണം. ഭയങ്കര ഹാപ്പി ആണല്ലോ. എന്ത് പറ്റി? ഭയങ്കര സന്തോഷം. അതെന്താന്നറിയോ? അതെന്താ ഇപ്പൊ നിങ്ങൾക്ക് എന്ത്? നിങ്ങൾ വല്ല തുള്ളിച്ചാടിയൊക്കെ പറഞ്ഞു. അതെനിക്ക് സന്തോഷിച്ചിരിച്ചൂടി. പാട്ടൊക്കെ പാടി പതിവില്ലാതെ വിട്. എന്ത് പറ്റി? പാറാടി. ഞങ്ങളൊരു പണി ഒപ്പിച്ച് തോന്നി. അപ്പു പേര് പറയല്ലേ? ഓ പിന്നെ ആരെ പേര് പറയേ? എന്ത് മാമ? അപ്പു എന്തോന്നു അപ്പൊ എന്നോട് പറയാ മോളെ? അത് ഞങ്ങളെ നൈസായിട്ട് അങ്കിളിനെ വിളിച്ചു. ചക്കരയാന്ന് പറഞ്ഞോണ്ട് വിളിച്ചു. എടി ഞാൻ പുതിയ സിം എടുത്തില്ലേ, അതിനകത്തും ചക്കര എന്ന് പറഞ്ഞ ആ പെണ്ണിന്റെ പേര് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. പിന്നെ പഴയ പണ്ടെന്തോ കൂട്ടുകാരി എന്തോ ആയിരുന്നു, ആ പേരും പറഞ്ഞു വിളിച്ച് പറ്റിച്ചു. ഞാൻ പറഞ്ഞു ചെയ്തല്ലേ. ഓ പെണ്ണിന്റെ സ്വരത്തിൽ എനിക്ക് പണ്ടത്തോടെ വോയിസ് കിട്ടുന്നില്ല. ഞാൻ ഇവിടെ വിളിപ്പിച്ചു മക്കളെ ശബ്ദം അഡ്ജസ്റ്റ് വിളിക്കാൻ. എന്തൊരു കാഴ്ച അവൻ എന്നെ എന്തുമാത്രം അവൻ എന്നെ ഓ എന്താ ഒരു കുഴപ്പമില്ല. അല്ല അവന് ഇത്ര കൊടുക്കേണ്ട അത്യാവശ്യമാണ്. അത്രത്തോളം എന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിത് പൊളിക്കണ്ടേ? പൊളിക്കണം മകളെ, അവന് പൊളിക്കണം, നാട്ടിക്കണം. അപ്പൊ എന്നെ പറയണേ കേട്ടോ, അപ്പൊ വിളിച്ചെന്ന് പറയണേ. അതൊക്കെ ഞാറ്റ് ഓക്കെ, ഞാൻ സപ്പോർട്ട് ചെയ്യാം. ഞാൻ ഒരു സൂത്രം കാണിച്ചപ്പാ. ഹലോ രാം. ഹലോ ഹലോ. ഒരു മിനിറ്റ്. എടാ വേണേ എടാ വെളിയിലോട്ട്. ഹലോ. അല്ലടി ചക്കരെ, അതല്ല. നമ്മളെന്തായാലും കുറെ നാളെ കഴിഞ്ഞ് കാണാനില്ലേ? അല്ല ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്, അതാണ്. ആ അതെ, വേറൊരു സ്ഥലം പറ, ഞാൻ അങ്ങോട്ട് വരാം. അങ്ങോട്ട് വേണ കുഴപ്പം. ഗേറ്റിന്റെ അവിടെ ഇവിടെ അവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ അങ്ങോട്ട് വരാം. അതന്നെ ഞാൻ എന്താ ഇവിടെ അത്രയും ചെളിയാണല്ലോ. കാണുന്നില്ലല്ലോ. പറ്റിക്കാൻ വല്ല പറഞ്ഞായിരിക്കും.
നിങ്ങളെന്തിനാ ഇവിടെ വന്നിരിക്കണേ? നീ എന്തിനാ ഇവിടെ വന്നിരിക്കണേ? ഞാൻ നമ്മളെ ചക്ക ഗോപനെ കാത്തിക്കണേ. വരാന്നോ എന്റെ ഒരു കൂട്ടുകാരെ വരാന്നോ? ചക്കഗോപനാ? ചക്കഗോപനാണോ ചക്കരയാണോ? ചക്കര ഗോപൻ. നീ ഇപ്പൊ ചക്കരാന്ന് ആദ്യം പറഞ്ഞു. ഹൈസ്കൂൾ LP 4B. നിന്റെ അടുത്ത് ആര് പറഞ്ഞു? നിന്റെ അടുത്ത് ആര് പറഞ്ഞു? അയ്യടാ പാവം. ആര് പറയണം? നല്ല പൊമ്പിളരെയും ഫോണിൽ കൂടെ വിളിച്ച് വരുത്തിയിട്ട് നീ ഇവിടെ വരൂ, ഞാൻ ഇവിടെ വരും. ചേടാ പെങ്കോന്താ, നീ ഈ സൈസായി പോയല്ലേ. ആര് വിളിച്ച് യാവൻ വിളിച്ച് ഒന്നും നീ നോക്കണ്ട. പെണ്ണിന്റെ ശബ്ദം കേട്ടാൽ ഉടനെ ചാടി പിടിച്ചുകൂടെ വന്ന അവള് വന്നിട്ടുണ്ട്. ചുമ്മാ ഇത് എന്റെ കൂടെ പണ്ട് പഠിച്ച പണ്ട് പഠിച്ച എന്റെ കൂടെ പഠിച്ച കൂട്ടുകാരി. പിന്നെ ചക്കഗോപൻ പറഞ്ഞ എന്തിന്? ചക്കഗോപൻ എന്നല്ലേ, ചക്കരയും കൊണ്ട് ഗോപൻ പറഞ്ഞു. അയ്യോ ഉരുണ്ട് കളിക്കല്ലേ. അല്ല നിനക്കിപ്പോ ചക്കര ചാട്ടനാണ് ഗോപൻ. അത് മനസ്സിലായി. നിനക്കിപ്പോ ചക്കരയെ കാണണോ? കാണോ? ചുമ്മാ കാണിച്ചാരാ. ഇന്ന് വന്നാ പിന്നെ വന്നുകൂടെ ഇരിപ്പുണ്ട്. ഇവിടെ തന്നെ ഉണ്ട്. ആ എന്നാ നേരത്തെ പറയാത്തത്? നിക്കണേ ഞാനിടാ നിന്റെ ചക്കര. ഞാൻ തന്നെ ഈ വേല പറഞ്ഞു. നിനക്ക് ഭയങ്കര ഫോൺ വിളി. ചക്കരയെ വിളിച്ചത് ഉടനെ എത്തുമല്ലേ? അത് ആ ചക്കര കണ്ടാ നിൽക്കുന്നത്. നല്ലോണം കണ്ടോ? കണ്ടുവിട്ടാലും മതി ചക്കര. പെൺപിള്ളേരെ കണ്ട ഉടനെ മാമ ഒന്നുകൂടി വിളിച്ചാണ് ചക്കരെ. കാണാ ചക്കര, എന്റെ ചക്കര.